ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 19, 17, 5 വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന മൂടൂർ കാട്ടുമുണ്ട റോഡിനോടുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി മെഹ്റൂഫ് ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 19, 17, 5 വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന മൂടൂർ കാട്ടുമുണ്ട റോഡിനോടുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെയാണ് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ചെറിയ ഗ്രാമീണ പാതയായ ഈ റോഡിൽ പന്നിയാങ്കുഴി ഭാഗത്ത് പ്രവർത്തിക്കുന്ന കണ്ടിയിൽ ക്രഷറിലേക്ക് വന്നുപോകുന്ന കൂറ്റൻ ലോറികളുടെ നിരന്തരമായ പാച്ചിലാണ് റോഡ് തകരാൻ കാരണമെന്നും നിയമപരമായി അനുമതിയില്ലാത്ത ഇത്തരം വലിയ വാഹനങ്ങളെ നിരോധിക്കാനും റോഡ് സംരക്ഷിക്കാനും പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ റോഡിലൂടെ വന്നുപോയിരുന്ന 4 സ്കൂൾ വാഹനങ്ങൾ ഓട്ടം നിർത്തിപ്പോയതായും ഇപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ പോലും വരാത്ത സ്ഥിതിയാണ് റോഡിലെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. നിരവധി പരാതികൾ പഞ്ചായത്തിനും അധികൃതർക്കും നൽകിയിട്ടും ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ലെന്നും ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ധർണ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി മെഹ്റൂഫ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല. ഒരു മുന്നണി ഭരിക്കുമ്പോൾ മറ്റൊരു മുന്നണി സമരം ചെയ്യുക സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു പ്രദേശത്തെ ജനങ്ങളാകെ അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കേണ്ടത്. മൂടൂർ കെട്ടങ്ങൽ കാട്ടുമുണ്ട റോഡ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നത് പോയിട്ട് കാൽനട പോലും ദുഷ്കരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ആ റോഡ് മാറുകയാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഈ കെട്ടിങ്ങൽ എന്ന് പറയുന്ന പ്രദേശം. സമരസമിതി ചെയർമാൻ എം ജയൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ ഉഷാദേവി ടീച്ചർ, ആനന്ദകൃഷ്ണൻ എന്നിവരും സമരസമിതി നേതാക്കളായ പി കെ അനീഷ് കുമാർ, സലീം, മുഹമ്മദ് ഷാഫി തുടങ്ങിയവരും ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.